ഇതിലെ വന്നവർ എന്ന പരമ്പരയുടെ 6ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യം ബാലൻ സിനിമയിലെ ബാലൻ എന്ന കഥാപാത്രത്തിൻ്റെ കുട്ടിക്കാലം അവതരിപ്പിച്ച മദനഗോപാലിനെ തിരക്കിയുള്ള യാത്രയെക്കുറിച്ച് പറയാം. ഇത് എത്ര പേർക്ക് ഇഷ്ടമാകും എന്നറിയില്ല. കാരണം ഇത്തവണ ആദ്യ കുറച്ച് സമയം ഈ വശത്ത് കാണിക്കാൻ ഫോട്ടോകളുടെ എണ്ണം കുറവാണ്. എങ്കിലും ഇതിന് മുതിരുന്നത് മലയാള സിനിമയിലുള്ളവർക്ക് പോലും പരിചയമില്ലാത്ത, എന്നാൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു കുടുംബത്തിനെ പരിചയപ്പെടുത്തുന്നതിനായി ഞങ്ങൾ യാത്ര ചെയ്ത വഴികൾ പറയുന്നതിന് വേണ്ടിയാണ്. പലപ്പോഴും പലയിടങ്ങളിലും സംഭവിക്കുന്ന കാര്യം തന്നെയാണിത്. നമുക്ക് പരിചയമുള്ള പല വീടുകളിലും ഗ്രഹനാഥൻ്റെ മരണത്തോടു കൂടി ആ കുടുംബത്തെ മറക്കുക. ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ നമ്മളും ആ അവസ്ഥയിലൂടെ പോയവരാകാം. പലപ്പോഴും നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാകാം ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെ ആരാലും തിരിഞ്ഞു നോക്കാതെ കഷ്ടപ്പാടിൻ്റെ നടുവിലൂടെ മാത്രം സഞ്ചരിച്ച ഒരു കുടുംബത്തിന് ചെറുതായെങ്കിലും ഒരു സഹായം ആകാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യം പങ്കുവയ്ക്കുന്നു എന്ന് കരുതിയാൽ മതി. അതെന്താണ് എന്ന് ഈ എപ്പിസോഡ് മുഴുവൻ കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും. ബാലൻ സിനിമയിലെ മിക്ക അഭിനേതാക്കളെയും സാങ്കേതിക പ്രവർത്തകരെയും കണ്ടെത്താൻ കഴിഞ്ഞുവെങ്കിലും മദനഗോപാലിൻ്റെ കുടുംബം എവിടെയാണെന്ന് അറിയാൻ കഴിഞ്ഞില്ല. ചെന്നൈയിലെ വാസു സ്റ്റുഡിയോയിലെ ഒരു ടെക്നീഷ്യനായിരുന്നു എന്നും അദ്ദേഹം അന്തരിച്ചു എന്ന് മാത്രം അറിയാം. പക്ഷേ ആ കുടുംബം എവിടെയാണെന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ പോലും ലഭിച്ചിട്ടില്ല. ഇക്കാര്യത്തിനായി ഏറ്റവും കൂടുതൽ തവണ ഫോണിൽ വിളിച്ചത് വിജയ ലാബിലെ ഗണേശനെയാണ്. അവസാനം അദ്ദേഹം ഫോൺ എടുക്കാതെയായി. അങ്ങനെയാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ജീവനോടൊപ്പം ചെന്നൈക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് മദനഗോപാലിനെ പലർക്കും അറിയാം. നല്ല തങ്കപ്പെട്ട മനുഷ്യൻ, മരിച്ചുപോയി. പക്ഷേ കുടുംബം എവിടെയാണെന്നറിയില്ല. അതായത് മദനഗോപാലിൻ്റെ മരണശേഷം ഒരു സുഹൃത്ത് പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്ന് സാരം. ഞങ്ങൾ കണ്ട മദനഗോപാലിൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും അവസാനം പറയുന്നത് ഒരേ വാചകമാണ്: ആ കുടുംബത്തിനെ കണ്ടുപിടിച്ചാൽ ഞങ്ങളോട് കൂടി പറയണം. ചെന്നൈയിലുള്ള പരിചയക്കാർ പോലും അവരെ കണ്ടുപിടിക്കാൻ മെനക്കെടാത്ത സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് അവിടെ എത്തിയ 2 പേർ വിചാരിച്ചാൽ അവരെ കണ്ടെത്താൻ കഴിയുമോ എന്ന സംശയം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് അതൊരു വാശിയായി മാറി. അങ്ങനെ എഡിറ്റർ ജി മുരളി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ബൊമ്മാച്ചി എന്നൊരാളെ കണ്ടു. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് പരമേശ്വരൻ എന്നാണ്. അദ്ദേഹത്തിന് മദനഗോപാലിനെ അറിയില്ല. പക്ഷേ വാസു സ്റ്റുഡിയോ ഉടമ വാസു മേനോൻ്റെ മക്കളുടെ ഫോൺ നമ്പർ അറിയാമായിരുന്നു. അവരെയും അവരുടെ ബന്ധുക്കളെയും വിളിച്ചു. മുരളി മേനോൻ, രവീന്ദ്രൻ, ഹരിദാസ്, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. ഒരു പുരോഗതിയും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ജെമിനി സ്റ്റുഡിയോയിലെ നാരായണനെയും ശ്രീറാമിനെയും കണ്ടു. അവർ തന്ന നമ്പറിൽ വിളിച്ചപ്പോൾ ഒരു മദനഗോപാൽ പൊങ്ങി വന്നു. പക്ഷേ അവസാനം അദ്ദേഹത്തെ തിരക്കിപ്പോയപ്പോൾ അത് ജെമിനി സ്റ്റുഡിയോയിൽ പണ്ടുണ്ടായിരുന്ന ഒരു ഡ്രൈവറാണെന്ന് മനസ്സിലായി. 2 ദിവസത്തെ അലച്ചിലിന് സാമ്പത്തിക നഷ്ടം മാത്രമായിരുന്നു ഫലം. അന്വേഷണം തൽക്കാലം നിർത്തിവെച്ചു. മദനഗോപാലിനെ മാറ്റി നിർത്തിയിട്ട് ബാലൻ സിനിമയുടെ അസിസ്റ്റന്റ് ക്യാമറാമാൻ PV കൃഷ്ണയ്യരെ പറ്റി തിരക്കാം എന്ന ജീവൻ്റെ ആശയത്തോട് ഞാനും യോജിച്ചു. അങ്ങനെ ഞങ്ങൾ ചെന്നൈയിലെ സിനിമാറ്റോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഓഫീസിൽ പോയി. അവിടെ പഴയകാല ക്യാമറാമാൻ, മാസ്ക് ഫോട്ടോഗ്രാഫിയിൽ പേരെടുത്ത മീനാക്ഷി സുന്ദരത്തെ കണ്ടു. PV കൃഷ്ണയ്യരെ പറ്റി തിരക്കിയിട്ട് ഇറങ്ങാൻ നേരം വെറുതെ മദനഗോപാലിനെ പറ്റി ചോദിച്ചു. അദ്ദേഹത്തിന് മദനഗോപാലിനെ അറിയാം. വാസു സ്റ്റുഡിയോയിൽ അങ്ങനെ ഒരു ടെക്നീഷ്യൻ ഉണ്ടായിരുന്നതായി അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ കൺഫർമേഷൻ. മീനാക്ഷി സുന്ദരം പറഞ്ഞതനുസരിച്ച് മദനഗോപാലിനെ അറിയാൻ സാധ്യതയുള്ള ഭക്തവത്സലം എന്നൊരാൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ദർശൻ കളർ ലാബിൽ ജോലി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി. അടുത്ത ഫ്രെയിമിൽ ഞങ്ങൾ ദർശൻ കളർ ലാബിലെത്തി. അവിടെ ചെല്ലുമ്പോൾ ഭക്തവത്സലം പ്രസാദ് കളർ ലാബിൽ പോയിരിക്കുകയായിരുന്നു. ഞങ്ങളും അവിടെ ചെന്നു. അദ്ദേഹത്തെ കണ്ടു. പ്രയോജനമൊന്നും ഉണ്ടായില്ല. പക്ഷെ അവിടെ വച്ച് പണ്ട് വാസു സ്റ്റുഡിയോയിലുണ്ടായിരുന്ന സുരേന്ദ്രനെ കണ്ടു. സുരേന്ദ്രൻ പണ്ട് അവിടെ നെഗറ്റീവ് ചെക്കിങ്ങിൽ ഉണ്ടായിരുന്ന ആളാണ്. സുരേന്ദ്രൻ നൽകിയ വിവരമനുസരിച്ച് മധുരൈ എന്നൊരാളിനെ പോയി കണ്ടു. മധുരൈ പറഞ്ഞതനുസരിച്ച് RK ലാബിലെ യൂണിറ്റ് ചീഫായിരുന്ന മുത്തുസ്വാമിയെ കണ്ടു. മുത്തുസ്വാമിയാണ് മദനഗോപാൽ പിള്ളയാർ കോവിൽ തെരുവിലെ ചിട്ടിമണി എന്നയാളുടെ വീട്ടിൽ താമസിച്ചിരുന്ന വിവരം ഞങ്ങളോട് പറഞ്ഞത്. നേരെ ചിട്ടിമണിയുടെ വീട്. വരാന്തയിൽ ഒരാളുടെ ഫോട്ടോ മാലയിട്ട് തൂക്കിയിട്ടുണ്ട്.
ആ പ്രതീക്ഷയും അസ്തമിച്ചു എന്ന് മനസ്സ് പറഞ്ഞെങ്കിലും കോളിംഗ് ബെല്ലടിച്ചു. ഒരു സ്ത്രീ ഇറങ്ങി വന്നു. അത് ചിട്ടിമണിയുടെ മരുമകളായിരുന്നു. അവർക്കൊന്നും അറിയില്ല. ചിട്ടിമണിയുടെ ഭാര്യ എവിടെയോ പോയിരിക്കുകയാണ്, വരാൻ വൈകും എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ചെല്ലാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിറ്റേ ദിവസം രാവിലെ തന്നെ ചിട്ടിമണിയുടെ വീട്ടിലെത്തി. അദ്ദേഹത്തിൻ്റെ ഭാര്യ സരോജത്തെ കണ്ടു. മദനഗോപാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ താമസിച്ചിരുന്നു. ഇപ്പോൾ ആ കുടുംബം എവിടെയാണെന്ന് അവർക്കും അറിയില്ല. ഒരു മകൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട് എന്ന് മാത്രം അറിയാം. ഒരു കരയ്ക്ക് അടുക്കുന്നതിൻ്റെ മണം വരുന്നതായി തോന്നി. ഞങ്ങളുടെ നിൽപ്പ് കണ്ടിട്ടാവണം സരോജം വീട്ടിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് നടന്നു. അവിടെ അടുത്തുള്ള പൈപ്പിൽ നിന്നും വെള്ളം പിടിക്കാൻ 4-5 സ്ത്രീകൾ നിൽക്കുന്നുണ്ടായിരുന്നു. സരോജം അവരുടെ അടുത്തേക്ക് നീങ്ങി. അവരോട് തിരക്കി. അവർക്കും അറിയില്ല. പക്ഷേ അപ്പോൾ ദൈവദൂതനെ പോലെ അവിടെ എത്തിയ സീതാലക്ഷ്മി ഇത് കേട്ടിട്ട് പറഞ്ഞു, അന്ത പത്മാവതിയുടെ തങ്കച്ചി കണവൻ പേര് മദനഗോപാൽ അല്ലയാ? ഞങ്ങളുടെ മനസ്സിൽ ഒരു ഐസ് മഴ. ഇത് കേട്ട് അടുത്തു നിന്ന ഉമ പറഞ്ഞു, അന്ത മദനഗോപാൽ പൊണ്ടാട്ടി എങ്കേം തെരിയാത്, അന അവരുടെ തങ്കച്ചി വീട് എനിക്ക് തിരിയും. ഇനി ഉമയാണ് ഞങ്ങളുടെ ദൈവം. അവരുടെ മകന് ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട് എന്ന് ഉമയ്ക്കറിയാം. ഉമയ്ക്ക് പരിചയമുള്ള ആരോടോ ചോദിച്ചാൽ പത്മയുടെ വീട് കണ്ടുപിടിക്കാം, ചോദിച്ചു വയ്ക്കാം. ഞങ്ങളോട് അടുത്ത ദിവസം ചെല്ലാൻ പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ ഉമയെ കാണാൻ ചെന്നു. ഞങ്ങൾ അത്ര രാവിലെ ചെല്ലുമെന്ന് ഉമയും കരുതിയില്ല. രാവിലെ പൈപ്പിൽ വെള്ളം വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. എങ്കിലും തെറ്റില്ലാത്ത ക്യൂ ഉണ്ട്. ക്യൂ വലുതായി തുടങ്ങി. ഉമ എങ്ങനെ വരും? മറ്റു മാർഗങ്ങളൊന്നുമില്ല. ജീവനും ഞാനും കൂടി വെള്ളം പിടിക്കാനുള്ള ക്യൂവിൽ നിന്നു. ഞങ്ങൾ വന്ന ഓട്ടോയിൽ ഉമയെ കയറ്റി വിട്ടു. ഓട്ടോ ഡ്രൈവർക്ക് വീട് കാണിച്ചു കൊടുത്തിട്ട് ഉമ തിരിച്ചു വന്നു. ഉമയോടും സീതാലക്ഷ്മിയോടും സരോജത്തിനോടും നന്ദി പറഞ്ഞ് ഞങ്ങൾ മദനഗോപാലൻ്റെ കുടുംബത്തെ കാണാൻ പോയി. അവിടെ കണ്ട കാഴ്ച മനസ്സിനെ വേദനിപ്പിക്കുന്നതായിരുന്നു. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ ബാലൻ സിനിമയിലെ ബാലൻ്റെ കുട്ടിക്കാലം അവതരിപ്പിച്ച മദനഗോപാലൻ്റെ ഭാര്യ മുത്തമ്മാൾ. അങ്ങനെ ഞങ്ങൾ മുത്തമ്മാളിൻ്റെ അരികിലെത്തി. ചെന്നൈയിലെ ഒരു അഴുക്ക് ചാലിനടുത്ത് നിരനിരയായി ചായച്ചിറക്കിയ കുടിലുകൾ പോലെയുള്ള മുറികൾ. ഒരു മുറിക്ക് മാക്സിമം ഒരു 80 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം വരും. അതായത് ഒരു വളരെ സാധാരണക്കാരൻ്റെ കിടപ്പ് മുറിയുടെ വലിപ്പം, അതല്ലെങ്കിൽ ഒരു പണക്കാരൻ്റെ കുളിമുറിയുടെ വലിപ്പം. അതുപോലെയുള്ള ഒരു മുറിയിൽ ഒരു മടക്ക് കട്ടിലിൽ ഒരു മെത്തയിൽ ബെഡ്ഷീറ്റ് വിരിച്ച് ഇട്ടിട്ടുണ്ട്. ഒരു ഷെൽഫ്, കുറച്ച് പാത്രങ്ങൾ, ഒരു സ്റ്റൂൾ, വലതുവശത്ത് ഒരു TV, ഇടതുവശത്ത് ഒരു മേശയും ഒരു ഗ്യാസ് അടുപ്പും. അത് ഈ ഫോട്ടോയിൽ കാണാൻ പറ്റുന്നില്ല. ഇതാണ് മുത്തമ്മാളിൻ്റെ ഡ്രോയിങ് കം ഡൈനിങ് കം ബെഡ്റൂം കം കിച്ചൺ. ബാലൻ സിനിമയിലെ ബാലൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച മദനഗോപാൽ എന്ന സൂപ്പർ സ്റ്റാറിൻ്റെ ബംഗ്ലാവിൻ്റെ മാസ്റ്റർ പ്ലാൻ. ഈ മുറിയിലാണ് മുത്തമ്മാളും അവരുടെ മകൻ ശ്രീനിവാസനും ഭാര്യ അമുദവും മക്കളായ മണികണ്ഠനും ദുർഗയും താമസിക്കുന്നത്. ഇനിയൊരു ഫ്ലാഷ് ബാക്ക്. തിരുവനന്തപുരം തൈക്കാട് സ്വദേശിയായ ദൊരൈസ്വാമിയാണ് മദനഗോപാലൻ്റെ അച്ഛൻ. ഈ ഫോട്ടോ എടുത്ത് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ മദനഗോപാലൻ്റെ അമ്മ അന്തരിച്ചു. തിരുവനന്തപുരം സെൻറ്റ് ജോസഫ് സ്കൂളിലായിരുന്നു മദനഗോപാലൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം. മദനഗോപാലൻ്റെ അമ്മാവൻ എ സുന്ദരംപിള്ളയാണ് ബാലൻ സിനിമയിൽ അഭിനയിക്കാൻ മദനഗോപാലനെ സേലത്തേക്ക് കൊണ്ടുപോകുന്നത്. ബാലൻ്റെ ഷൂട്ടിങ്ങിനിടയിലാണ് സുന്ദരംപിള്ള മദനഗോപാലിനെ അവിടെയാക്കി നായികയുമായി ഒളിച്ചോടിപ്പോയത്. പിന്നീട് മോഡേൺ തിയേറ്റേഴ്സിൻ്റെ ആളുകൾ തിരുവനന്തപുരത്തെത്തി മദനഗോപാലിൻ്റെ വീട്ടുകാരുമായി സംസാരിച്ച് ബാക്കി രംഗങ്ങൾ കൂടി അഭിനയിപ്പിച്ച് മദനഗോപാലിനെ തിരിച്ചയച്ചു. ബാലൻ പൂർത്തിയാക്കി തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ മദനഗോപാൽ ചില നാടകങ്ങളിൽ അഭിനയിച്ചു. കൂടുതലും തമിഴ് നാടകങ്ങളായിരുന്നു. 1948 തിരികെ മദിരാശിയിലെത്തി. മദ്രാസ് സിനി ലാബിൽ എഡിറ്റിംഗ് അസിസ്റ്റൻ്റായി. ഒരു സുന്ദർരാജ് ആയിരുന്നു ഗുരു. 2 വർഷം കൊണ്ട് ജോലി പഠിച്ചു. പിന്നീട് വാഹിനി സ്റ്റുഡിയോയിൽ കയറിപ്പറ്റി. 1958 വിവാഹത്തിനാണ് പിന്നീട് മദനഗോപാൽ നാട്ടിൽ തിരിച്ചെത്തുന്നത്. 1958 മെയ് 5 വിവാഹം. മുത്തമ്മാൾ ബാലൻ സിനിമ കണ്ടിട്ടില്ല. വിവാഹം കഴിഞ്ഞ് ഒരുപാട് താമസിയാതെ മദനഗോപാലൻ്റെ അച്ഛൻ അന്തരിച്ചു.
അങ്ങനെ നാട്ടിലെ സ്വത്ത് വിറ്റ് ഭാര്യയും കൂട്ടി മദിരാശിയിലേക്ക് പോയി. കുറച്ചുനാൾ മദനഗോപാൽ ഫിലിം സെൻറ്ററിൽ ജോലി നോക്കി. അവസാനം ജോലി നോക്കിയത് വാസു സ്റ്റുഡിയോയിലാണ്. ഈ സമയത്ത് കൈക്ക് വിറയൽ വന്നു. അച്ഛൻ ഇനി ജോലിക്ക് പോകണ്ട എന്ന് മക്കൾ തന്നെയാണ് പറഞ്ഞത്. ഇതിനിടെ 1991 തങ്കത്താമര എന്നൊരു സിനിമയിൽ മദനഗോപാൽ അഭിനയിച്ചു. ജനകരാജിൻ്റെയും രൂപണിയുടെയും കൂടെ ഒരു സീനിൽ മാത്രം. ഊട്ടിയിലായിരുന്നു ഷൂട്ടിംഗ്. മനസ്സിലെ ആശയെ തൂണ്ടി വിട്ടിട്ട് കെടുത്തിട്ടീங்களே. கடைசி காலத்துல இந்த பொண்ணை நான் கல்யாணம் பண்ணிக்கிட்டு சந்தோஷமா இருக்கலாம்னு நினைச்சேன். ஏன் அப்படி பாக்குறீங்க? இல்ல, பஸ்ஸுக்குள்ள உங்களை ஏத்தலாம்னு நினைச்சேன். இப்ப பஸ்ஸையே உங்க மேல ஏத்தலாம்னு நினைக்கிறேன். 1991 ഒക്ടോബർ 25. അഴകിയ പെരുമാൾ സ്ട്രീറ്റിലെ 6-ാം നമ്പർ വീട്. വെളുപ്പിന് 3 മണിയോടെ മദനഗോപാൽ ഛർദ്ദിച്ചു. ആശുപത്രിയിൽ പോകാമെന്ന് മദനഗോപാൽ തന്നെയാണ് പറഞ്ഞത്. ശ്രീനിവാസൻ മദനഗോപാലിനെ ഓട്ടോയിൽ കിടത്തി അടുത്തുള്ള ഹെൽത്ത് സെൻ്ററിൽ എത്തിച്ചു. ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, മരിച്ചിട്ട് 10 മിനിറ്റായി. അടുത്ത ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് AVM ശ്മശാനത്തിൽ സംസ്കാരം നടന്നു. മുത്തമ്മാൾ പറഞ്ഞ മദനഗോപാലിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. മദനഗോപാലിൻ്റെ മരണശേഷം മുത്തമ്മാൾ അടുത്ത വീടുകളിൽ വീട്ടുജോലിക്ക് പോകുമായിരുന്നു. ഇടയ്ക്കിടെ വരുന്ന ആസ്മ കാരണം ആ വരുമാനവും നിന്നു. മുത്തമ്മാളിനെ കണ്ട ശേഷം 4-5 മാസത്തിനുള്ളിൽ എൻ്റെ ഗുഡ് ലക്ക് ടു എവരിബഡി എന്ന പുസ്തകം റെഡിയായി. ബാലൻ സിനിമയുടെ നിർമ്മാതാവ്, സാങ്കേതിക പ്രവർത്തകർ, താരങ്ങൾ എന്നിവരെക്കുറിച്ചാണ് ആ പുസ്തകം. 2004 IFFK വേദിയിൽ വെച്ച് ചലച്ചിത്ര താരം നവ്യ നായരും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ TK രാജീവ് കുമാറും ചേർന്ന് പുസ്തകം പ്രകാശനം ചെയ്തു. ആദ്യ പ്രതി ഏറ്റുവാങ്ങിയത് മുത്തമ്മാൾ. അന്ന് ശ്രീ TK രാജീവ് കുമാറിൻ്റെ നല്ല മനസ്സുകൊണ്ട് മുത്തമ്മാളിന് അക്കാദമി വക 10,000 രൂപയും സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ അവശ കലാകാരന്മാർക്കുള്ള പെൻഷൻ സ്കീമിൽ അവരെ ഉൾപ്പെടുത്തുകയും ചെയ്തു. അടുത്ത മാസം മുതൽ പെൻഷൻ അക്കൗണ്ടിൽ വന്നാലുടൻ മുത്തമ്മാൾ വിളിക്കും, സാർ പെൻഷൻ മഞ്ചാച്ച് സാർ, ரொம்ப നന്ദി സാർ. ആ വിളിയിൽ കുറേ സാറ് കാണും. എല്ലാ മാസവും ഇത് പറയാൻ വേണ്ടി വിളിക്കണ്ട എന്ന് പറഞ്ഞാലും മുത്തമ്മാൾ വിളിക്കും. മകൻ ശ്രീനിവാസൻ്റെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്. നല്ല കൊടും തമിഴായതിനാൽ അവർ പറയുന്നത് മുഴുവൻ മനസ്സിലാവില്ല. അവസാനം 6 മാസം കൂടുമ്പോൾ അക്കാദമിയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട സമയം വരുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് തടിതം. ശ്രീനിവാസൻ അവിടെ നിന്ന് ലൈഫ് സർട്ടിഫിക്കറ്റ് അയച്ചു തരും. അങ്ങനെ ഒരു തവണ ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട സമയമായി. ഞാൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ജീവനെ വിളിച്ച് ശ്രീനിവാസൻ്റെ നമ്പർ കൊടുത്തിട്ട്, മുത്തമ്മാൾ വിളിച്ചിട്ട് കുറച്ച് ദിവസമായി മകനോട് ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞ് ജീവൻ തിരിച്ചു വിളിച്ചു. വാട്സാപ്പ് നോക്കാൻ പറഞ്ഞു. ഞാൻ വാട്സാപ്പ് നോക്കി. ജീവൻ ഒരു ഫോട്ടോ അയച്ചിരിക്കുന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞാനും ജീവനും മുത്തമ്മാളിനെക്കുറിച്ച് സംസാരിച്ച അന്ന് വെളുപ്പിന് അവർ അന്തരിച്ചു. അപ്പോഴാണ് മറ്റൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. രാവിലെ മുത്തമ്മാളിൻ്റെ മകൻ ശ്രീനിവാസൻ വിളിച്ചിരുന്നു. ഞാൻ കണ്ടില്ല. ഒരുപക്ഷെ അവരോട് തോന്നിയ മാനസിക അടുപ്പം കാരണമാവാം അതേ ദിവസം അവർ എൻ്റെയും ജീവൻ്റെയും ഓർമ്മയിൽ എത്തിയത്. മരണം ഒഴിവാക്കാനാവില്ല എന്നറിയാം. മുത്തമ്മാളിൻ്റെ മരണവാർത്ത കേട്ടപ്പോൾ ആദ്യം പ്രയാസം തോന്നിയെങ്കിലും വർഷങ്ങളായി മലയാള സിനിമയുടെ ചോറ് ഉണ്ണുന്നതിനാൽ മലയാള സിനിമയിലെ ആദ്യ ശബ്ദചിത്രത്തിലെ ബാലതാരത്തിൻ്റെ ഭാര്യയെ അവരുടെ അവസാന നാളുകളിൽ സഹായിക്കാൻ കഴിഞ്ഞു എന്ന പൂർണ്ണ വിശ്വാസത്തിൽ മുത്തമ്മാളിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു. ശ്രീനിവാസൻ ഇപ്പോഴും വിളിക്കാറുണ്ട്. ഓട്ടോ ഓടിച്ചു കിട്ടുന്ന വരുമാനം കൊണ്ട് അദ്ദേഹവും അമുദയും മണികണ്ഠനും ദുർഗയും ചെന്നൈയിൽ കഴിയുന്നു. ഇതിലെ വന്നവർ എന്ന ഈ പരമ്പരയിലെ ഒരു എപ്പിസോഡിൽ തീർച്ചയായും ശ്രീനിവാസനെയും കുടുംബത്തെയും കൊണ്ടുവരാം എന്ന ഉറപ്പിൽ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.